ആ മണത്തിന് കാരണം മീഥെയ്ൻ മരക്കാത്ത വസ്തുവാണ്. കേടുവന്ന ക്യാബേജിന്റെയോ കോളിഫ്ലവറിന്റെയോ ഒരു മണം നമുക്ക് കിട്ടാം. അതായത് മുല്ലപ്പൂവിന്റെ നെല്ലിന്റെ മണം കിട്ടിക്കഴിയുമ്പോൾ അത് ആസ്വദിച്ച് കേട്ട് മണത്തിരിക്കും. പക്ഷേ കഴിക്കാൻ സംഭവം അവിടെ സംഭവിക്കും. അപ്പൊ ഏറ്റവും ഡേഞ്ചർ യാത്ര തന്നെയാണ്. സുരക്ഷിതമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ പുക വരിക, അധികം പുക ഉണ്ടാവില്ല, ചൂടുണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല, വളരെ എളുപ്പം ആഹാരം പാകം ചെയ്യാം. പക്ഷെ സുരക്ഷിതമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് തകരാൻ ഒരു സിലിണ്ടർ ലീക്കായി പൊട്ടിത്തെറിച്ചാൽ മതി. അപ്പൊ നമ്മുടെ വീട് 2 സിലിണ്ടർ വെച്ചാലോ ആ വീടിന്റെ ഭാഗം ഒന്നും അവിടെ സംഭവിക്കും. ഇനി ചില വീട്ടില് നമ്മുടെ ഫ്രിഡ്ജിന്റെ തൊട്ടടുത്ത് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് വെക്കണം. അത് അപകടമാണ്. കാരണം ഫ്രിഡ്ജിന്റെ തൊട്ടടുത്ത് ഗ്യാസ് സിലിണ്ടർ വെക്കാൻ പാടില്ല. ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ച് ഗ്യാസ് ലീക്ക് ചെയ്തു, അപ്പൊ നമ്മൾ വീട് അടച്ചുപൂട്ടി പോവാണ്. കഷ്ടകാലത്ത് നമ്മുടെ വീട്ടിൽ ഗ്യാസ് ലീക്കായി. കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ സാധനവും ഓഫാക്കി വെച്ചില്ല. ഫ്രിഡ്ജ് നമ്മൾ അങ്ങനെ ഓഫാക്കാറില്ല. നെക്സ്റ്റ് 1-2 മണിക്കൂർ ഫ്രിഡ്ജ് ഓഫാക്കാറുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ആ വീട്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് തീ പിടിക്കുകയാണ്. കാരണം എന്താ അറിയോ, നമ്മുടെ ഫ്രിഡ്ജാണ്. എല്ലാവരും വീട്ടിൽ ഫ്രിഡ്ജില്ലേ? കാരണം പഴയ ഭക്ഷണം കഴിക്കണ്ടല്ലോ. അപ്പം ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. 1-2 മണിക്കൂർ കഴിഞ്ഞാൽ ഫ്രിഡ്ജിന്റെ അടയിൽ തട്ടുന്ന സൗണ്ട് കേൾക്കും. കേൾക്കാറില്ലേ? ഫ്രിഡ്ജിന്റെ ഉള്ളില് ഫ്രിഡ്ജിന്റെ നമ്മുടെ വസ്തു തണുക്കാൻ ആവശ്യമായ ടെമ്പറേച്ചർ ആകുമ്പോൾ അതിന്റെ പവർ കട്ടാകും. പിന്നെ 1-2 മണിക്കൂർ ശേഷം അതിന്റെ ഫ്രിഡ്ജിന്റെ തണുപ്പ് പോകുമ്പോൾ വീണ്ടും ഓട്ടോമാറ്റിക്കലി പവർ ടിക് എന്ന സൗണ്ട് കേൾക്കും. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് പഴയ സിലിണ്ടർ പഴയ ഫ്രിഡ്ജ് ആണെങ്കിൽ ഒരു പക്ഷേ ആ ടിപ്പർ സൗണ്ടിനോടൊപ്പം സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്ക് മതി അവിടെ ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് ലീക്ക് ചെയ്ത ഭാഗം കത്തിക്കാം. അപ്പൊ നമ്മുടെ ആരുടെയും തെറ്റുകൊണ്ടല്ല, ഒരു ചെറിയ അശ്രദ്ധ നിമിത്തം ഗ്യാസ് ലീക്ക് ചെയ്ത് കത്താം. രണ്ടാമത്തെ കേസ്, ചില സ്ഥലങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ മുകളിലും സ്റ്റെപ്പ് താഴെയും വെച്ച് ഉപയോഗിക്കാറുണ്ട്. ഇത് ഗ്യാസ് സിലിണ്ടർ ആണെങ്കിൽ സ്റ്റെപ്പ് താഴത്തെ വെച്ചിട്ടുണ്ടാവും. ചില സ്ഥലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ പറയില്ല, എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലെ വീഡിയോ കാണുന്നതാണ്. സ്റ്റെപ്പ് പോയിട്ട് അടുത്ത് കാലത്ത് സ്റ്റെപ്പ് പോകാൻ കത്തിക്കുന്ന വീഡിയോസൊക്കെ പഴയ മൂവീസിലൊക്കെ കാണാം. അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കരുത്. ഉപയോഗിക്കുന്നത് ഗ്യാസ് സിലിണ്ടറിന്റെ എബോ ഉയർന്ന നിലയായിരിക്കും. സ്റ്റെപ്പ് മുകളിലും ഗ്യാസ് താഴെയാണ് വെക്കേണ്ടത്. ചിലർക്ക് അങ്ങനെയല്ല, സ്റ്റെപ്പ് താഴെയും ഗ്യാസിന്റെ മുകളിൽ വെക്കുമ്പോൾ അപകടത്തിന് തീവ്രത കൂടും. ഞാൻ ഗ്യാസിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ചെക്ക് പറഞ്ഞുതരാം. ഇത് ഗ്യാസ് സിലിണ്ടറാണെന്ന് വിചാരിക്കുക. ഇത് സിലിണ്ടർ അല്ല, ജസ്റ്റ് ജസ്റ്റ് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ ഉള്ളില് വെള്ളത്തിന്റെ രൂപത്തിലാണ് ഗ്യാസ് നടത്തുന്നത്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഈ ഗ്യാസിനെ വെള്ളത്തിന്റെ രൂപത്തിൽ നമ്മുടെ വീട്ടിലെ സിലിണ്ടറിൽ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ ലിക്വിഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പുറത്ത് വന്ന് എന്റെ ഗ്യാസായിട്ട് എന്റെ സ്വാഭാവികമായ രൂപം പ്രാപിക്കണം പറഞ്ഞിട്ടാണ് ഈ ഇതിന്റെ ഉള്ള ഗ്യാസ് ഇരിക്കുക. ഈ സമയത്തായിരിക്കും നമ്മൾ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇതിന്റെ വാഷർ ലീക്കാണ്, അതിലൂടെ ഗ്യാസ് പുറത്തേക്ക് വരാം. ഇങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ നല്ലൊരു സൗണ്ടോട് കൂടിയിട്ടാണ് വരിക. ഒരു വെളുത്ത പുകയൊക്കെ വരും. ഈ പുക കണ്ട നമ്മൾ എന്താ ചെയ്യുക? ഞാനായാലും നിങ്ങളായാലും ഒരു പക്ഷേ പേടിച്ചു പോകാം. ഓടിക്കഴിഞ്ഞാൽ ഗ്യാസ് ലീക്കാണ്. എത്ര സത്യം നിങ്ങൾ അപ്പുറത്തെ ഫയർഫോഴ്സിനെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഗ്യാസ് ഏജൻസിക്കാരെ വിളിക്കുകയാണ്. ഇവിടെ അമീനുണ്ട്, സിൽവർ ഉണ്ട്, ഇങ്ങനെ കുറെ ഏജൻസിക്കാരൊക്കെ ഉണ്ട്. അവർ തപ്പിപ്പിടിച്ച് വരുമ്പോഴേക്കും 10-15 മിനിറ്റ് ആവില്ലേ? ആ 10-15 മിനിറ്റിനുള്ളിൽ ഈ ഗ്യാസ് ലീക്ക് ചെയ്ത ഭാഗത്തൊക്കെ ഗ്യാസ് നിറഞ്ഞിരിക്കേണ്ടാവും. ആ സമയത്താവും അലക്ഷ്യമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനം, അല്ലെങ്കിൽ നമ്മുടെ സമീപത്തുള്ള ആൾക്കാരുടെ പ്രവർത്തനം നിമിത്തം സ്പാർക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും വസ്തു ഉണ്ടായി കഴിഞ്ഞാൽ അപകടം സംഭവിക്കും. അപ്പൊ ഇന്ന് ജനുവരി 14-ാം തീയതി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ മരിച്ചിട്ടുണ്ട്. 15-ാമത്തെ കൊല്ലാണ്. ഗ്യാസ് സിലിണ്ടർ ലീക്കായിട്ട് തീ പിടിച്ചതാണ്. 15-ാം വാർഷികം അയാൾ മരിച്ചത്. കർണാടകപ്പള്ളിയിൽ ഗ്യാസ് ടാങ്കർ ലീക്കായിട്ട് നമ്മൾ ലക്ഷത്തിൽ പോയതാണ്. ഒരു സ്പാർക്ക് ഒന്നും ഉണ്ടായില്ല. ഒരു ജീപ്പ് സ്റ്റാർട്ടാക്കിയതാണ്. ആ ജീപ്പ് സ്റ്റാർട്ടാക്കിയ സ്പാർക്ക് ഉണ്ടായി 12 ആളെ മരിച്ചു. 2 പോലീസുകാരും, ഒരു ഫയർമാൻ, 30 നാട്ടുകാരും. അപ്പൊ നമുക്ക് നമ്മുടെ തെറ്റുകൊണ്ടല്ല, നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൊണ്ട് നമുക്ക് അപകടം സംഭവിക്കാം. അപ്പൊ ആർക്കും ഒരു അപകടം സംഭവിക്കാതിരിക്കട്ടെ, ഈ ഗ്യാസ് ലീക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ പരമാവധി പോവാതിരിക്കുക. നമ്മുടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി നിൽക്കുക. ഇപ്പൊ ചില വീഡിയോസിൽ കാണാം, കമ്പിളി പുതപ്പിട്ട് മൂടുന്ന കാണാം. കാണിക്കുന്നില്ലേ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഞങ്ങൾ ചെയ്യാറുണ്ട്. ഈ സിലിണ്ടറിന്റെ ഈ ഭാഗത്ത് കൂടെ ഗ്യാസ് ലീക്കായി പോകും. അപ്പൊ വലിയ ചാക്ക് എടുത്തിട്ട് നമ്മൾ മൂടിയിട്ട്, അങ്ങനെ തുള്ളിട്ട് മൂടിയിട്ട്, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് എടുത്തിട്ട് മൂടിയിട്ട് അടച്ച് കിടക്കുന്ന സംഭവമുണ്ട്. അത് ഞാൻ ചെയ്യില്ല. കാരണം ഒരു യഥാർത്ഥ സിറ്റുവേഷനിൽ അങ്ങനെ വരില്ല.
അപ്പൊ നമ്മൾ ഗ്യാസ് ഇതിന്റെ മുകളിലാവില്ല, സ്റ്റെവിന്റെ മുകളിൽ തീ പിടിച്ചാൽ കത്തുണ്ടാവുക, അല്ലെങ്കിൽ വേറെ ഭാഗത്തെ കത്തുണ്ടാവുക. ഒരിക്കലും ഈ പൊസിഷൻ തീ വരില്ല, നമ്മൾ കാണിക്കാൻ വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ആ ഗ്യാസ് നിന്നാൽ മാത്രമേ തീ അണയുള്ളൂ. ചിലപ്പോൾ നമ്മൾ ബക്കറ്റിലൂടെ അടിച്ചു കിടന്നിട്ട് യൂട്യൂബ് വീഡിയോയിൽ കാണാം. ചില ആൾക്കാർ ചാക്കിട്ട് മൂടുമ്പോൾ കൃത്യമായിട്ട് മൂടിയിട്ടില്ലെങ്കിൽ ചാക്കിന്റെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തീ നമ്മുടെ മേത്തേക്ക് ആളി പടരും. അപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ്, ചിലപ്പോൾ ഈ സാധനം വീട്ടിൽ പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ അവിടെ ഓടിച്ചില്ല. ആ സമയത്ത് നനച്ച് ചാക്കിടുന്ന അവസരത്തിൽ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്. നമ്മളെല്ലാം രക്ഷിക്കാൻ പോയ ആൾക്കാരുടെ കാര്യം അപകടത്തിൽ സംഭവിക്കും. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഇതിന്റെ ഉള്ളില് 14 അല്ലെങ്കിൽ 15 കിലോ വെയിറ്റ് ഉള്ള ലിക്വിഡ് ആയിരിക്കും. അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ 1 ലിറ്റർ വെള്ളം എന്ന് വിചാരിക്കും. ഗ്യാസിന്റെ രൂപത്തിലുള്ള 1 ലിറ്റർ വെള്ളം അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 200 മടങ്ങ് ഗ്യാസ് ആവും. അപ്പൊ 1 ലിറ്റർ വെള്ളം പുറത്ത് മടങ്ങിയാൽ 200 കിലോ ഗ്യാസ് ആവും. അപ്പൊ 10 ലിറ്റർ വെള്ളം പുറത്ത് വന്നാലും 10×200 2000 കിലോ ഗ്യാസ് ആയിരിക്കും ആ ചെറിയ സിലിണ്ടർ. അപ്പൊ നിങ്ങളുടെ അംഗനവാടിയിൽ 18 കിലോ സിലിണ്ടർ ആയിരിക്കും അല്ലെ, നീലക്കടലുള്ള സിലിണ്ടർ ഉണ്ടാകുക. നിങ്ങളുടെ ഡൊമസ്റ്റിക് അല്ല, വേറെ മോഡൽ കുറച്ച് വലിയ കുറ്റിയാ വരും. അപ്പൊ അതിന്റെ ബർണറും നല്ല സാധാരണ നമ്മുടെ വീട്ടില് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സ്റ്റവ് ആയിരിക്കില്ല അംഗനവാടിയിലുണ്ട്, കുറച്ചുകൂടി പ്രഷർ കൂടിയതായിരിക്കും. അപ്പൊ അങ്ങനെ അല്ലേ സാധാരണ സേഫ്. മറ്റേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നല്ല പ്രശ്നമാണ്. ഇൻകേസ് നമ്മുടെ സ്റ്റെപ്പിന്റെ മുകളിൽ തീ പിടിച്ച് കത്തുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, റെഗുലേറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 90% സേഫാണ്. ഇനി അടുത്തത് നമ്മൾ സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ സിലിണ്ടറിന്റെ കാലിന്റെ മുകളിൽ 3 കാലില്ലേ, ആ കാലിന്റെ മുകളിൽ B26 അല്ലെങ്കിൽ A28 കാണാം. അതെന്താണെന്നറിയോ? ഒരു സിലിണ്ടറിന്റെ കുറ്റിയുടെ കാലിന്റെ മുകളിൽ ഒരു വർഷത്തിലെ 12 മാസം, ജനുവരി ഫെബ്രുവരി മാർച്ച്, അതിനെ A എന്ന് കണക്കാണ്. ഏപ്രിൽ മെയ് ജൂൺ B, ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ C, ഒക്ടോബർ നവംബർ ഡിസംബർ D. 12 മാസത്തെ 4 തിരിച്ചു. അപ്പൊ നമ്മുടെ വീട്ടിലെ സിലിണ്ടറിന്റെ മുകളിൽ ജസ്റ്റ് പോയി നോക്കാം, ഞാൻ അങ്ങനെ എടുത്ത് നോക്കാം. B27 ആണെങ്കിൽ 2027 ഏപ്രിൽ മെയ് ജൂൺ മാസത്തിന്റെ ഉള്ളിൽ ആ സിലിണ്ടർ ടെസ്റ്റ് നടത്തി ഉപയോഗിക്കാം. അതിന്റെ ചിലർ പറയും സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് ആണെന്ന്. ഒരിക്കലും എക്സ്പയറി ഡേറ്റ് അല്ല, പ്രഷർ ടെസ്റ്റിംഗ് ഡേറ്റ് ആണ്. ആ സിലിണ്ടർ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയും ടെസ്റ്റ് നടത്തിയില്ലെങ്കിൽ. അപ്പൊ നമ്മുടെ വീട്ടിൽ A26 ആണെങ്കിൽ A25 ആണെങ്കിൽ ആ സിലിണ്ടർ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന്റെ കാലത്തെ മുകളിൽ ABCD എന്ന 4 എഴുത്തുണ്ടാവും. അതിന്റെ കൂടാതെ 2 അക്കം ഉണ്ടാവും. 26, 27, 28, 31 എടുത്തു കഴിഞ്ഞാൽ ഈ 2031 വരെ കാലാവധി സിലിണ്ടറിനുണ്ട്. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം. കാരണം പിന്നെ നമ്മൾ സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ തൂക്കി പിടിച്ചു കൊണ്ടിരണം സിലിണ്ടർ. ചില ആൾക്കാരെ തോളത്ത് വെച്ച് ചെരുക്കും കാത്തിട്ട് കൊണ്ടുവരും. അത് ഡേഞ്ചറാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലെ ഗ്യാസിന് എങ്ങനെയെങ്കിലും പുറത്തു കിടന്ന രീതിയിലിരിക്കണം. ആ സമയത്ത് ചെറിയൊരു ഷേക്കോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഗ്യാസ് ഓടിട്ട് ഓടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരും വിളിച്ചിട്ടില്ലെങ്കിൽ ലീക്ക് സംഭവിച്ചാൽ അപകടം സംഭവിച്ചാൽ. പിന്നെ അടുത്തത് അതൊന്നും ഫയർ കണ്ടു. ഫയറിന്റെ തുടക്കമാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഗതി അവിടെ ഉണ്ടെങ്കിൽ ഈ അംഗനവാടിയൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ട്. പഴയ അംഗനവാടിയിൽ പുതിയ ബിൽഡിംഗ് കെട്ടുമ്പോൾ ചെറിയ ഇഷ്യൂസ് വെക്കണം എന്നൊക്കെ ഉണ്ട്. വെച്ചെന്ന് എനിക്കറിയില്ല. ഫ്രണ്ട്മാർ ഇത്രയായിട്ട് റിസൾട്ട് വന്നായി. അപ്പോൾ ആ സമയത്ത് അത് കറകളെച്ചാണ് എത്രയാണ് മറ്റേ ചിലരെ കെട്ടിയിട്ടുള്ളത്. ഇതിന്റെ മുകളിൽ ഉണ്ടോ 29, 12, 25 ഇത് കാലാവധി കഴിയുക. കാലാവധി വർക്കിംഗ് അല്ല. അതിന്റെ മുകളിൽ ഡേറ്റ് ഉണ്ടാവും. ഇന്നത്തെ എസ്റ്റിമേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിന് നമ്മളെ ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിന് ആദ്യം നോക്കാം. ഇതിന്റെ മുകളിൽ 21/12/2025 ഇത് ഞങ്ങൾ ഉപയോഗിച്ചതാണ്. രാജശേഖര ഒരു ഫയർ ഉണ്ടായി, ജനറേറ്റർ കത്തിയപ്പോൾ ഞങ്ങൾ ഇത് പോയി അടിച്ച് പരത്തിയതാണ്. അപ്പോൾ ഇത് കാലാവധി കഴിഞ്ഞു, അപ്പോൾ പ്രവർത്തനം കഴിഞ്ഞ് നമുക്ക് പുതിയ പൊടി നടത്തിയിട്ട് വന്ന് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ എസ്റ്റിമേഷൻ ഉണ്ടെങ്കിൽ ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ അടുത്ത നമുക്ക് തീ അണയ്ക്കാൻ പറ്റും. പക്ഷേ തീപിടുത്തത്തിന്റെ തുടക്കത്തിൽ മാത്രം ഒരു ചെറിയ ഫയർ ആണെങ്കിൽ മാത്രമേ നമുക്കത് അണയ്ക്കാൻ പറ്റുള്ളൂ. ഒരു വലിയ ബിൽഡിംഗ് വെച്ചാൽ ഈ സാധനങ്ങൾ പോയിട്ട് ഇതിന് പ്രയോജനമില്ല. അപ്പൊ ഒരു ഫസ്റ്റ് എയ്ഡ് ആണ് തീയുടെ. തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ. അത് പല ടൈപ്പ് ഉണ്ട്. അതിന്റെ മുകളിൽ ഇവിടെ C എന്ന് മാത്രമേ കാണാൻ കേട്ടോ. ഒരു പേര് എഴുതിപ്പോണ്ട് ABC എന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ABC എന്താ എഴുതുന്ന വെച്ചാൽ ഈ തീപിടുത്തത്തിനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഖരപദാർത്ഥത്തിൽ തീ പിടിക്കാം. ഖരം, ദ്രാവകം, വാതകം, ലോഹം, അങ്ങനെ പല ഐറ്റംസ് ഉണ്ടല്ലോ. ഖരത്തിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ഒരു നമുക്ക് മരം കത്താണ് അല്ലെങ്കിൽ വിറക് കത്താണ്, നമ്മൾ എന്താ ചെയ്യാം? വെള്ളം വെച്ച് തീ കിടക്കാം അല്ലെ. മരം കത്താണ്, വിറക് കത്താണ്. അപ്പൊ അതിനൊരു ഫുഡുണ്ട്. കത്തിക്കഴിഞ്ഞാൽ
കരിയും ചാരവും ഉണ്ടാകുന്ന തീപിടുത്തത്തിൽ വെള്ളം ഒഴിച്ച് കിടത്താം. അപ്പൊ നമ്മുടെ അവിടെ വറക് കത്താണ്, വെള്ളം ഒഴിച്ച് കിടത്തും. ആ സമയത്ത് സ്വിച്ച് ബോർഡ് കത്താണ്, വെള്ളം ഒഴിച്ച് കിടത്താൻ പറ്റുമോ? അപ്പൊ ഷോക്ക് ചെയ്തു. അപ്പൊ ഏതൊരു തീനും വെള്ളം ഒഴിച്ച് കിടത്താൻ പറ്റില്ല. അപ്പൊ അംഗനവാടിയിൽ നമ്മള് അത്യാവശ്യം ബിരിയാണി വെച്ചോർക്കുന്നുണ്ട് കുട്ടികൾക്കില്ലേ, വല്ലപ്പോഴൊക്കെ. അപ്പൊ ചിക്കൻ മറക്കുമ്പോ ചട്ടിയിൽ തീ പിടിച്ചു, വെള്ളം ഒഴിച്ചാൽ എന്താ അവസ്ഥ? പൊട്ടിത്തെറിക്കില്ലേ? ആ പൊട്ടിത്തെറിക്ക് നമുക്ക് കുടലായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്ത് പിടിച്ചു വയ്ക്കണം? ഒരു വലിയ പാത്രം വെച്ച് അടച്ചു വെക്കും. നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തിനാ ഒഴിവാക്കുക? വായു അല്ലെ, കത്താൻ വായു വേണം, ഓക്സിജൻ വേണം. ആ വായുവിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് തീ അണയ്ക്കാൻ പറ്റും. നനച്ചു കൊടുക്കാം, ഇനി തണുപ്പിക്കാം, വായുവിനെ ഒഴിവാക്കാം, ഇന്ധനത്തിനെ ഒഴിവാക്കാം. ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ അതന്നെ ചെയ്യുന്നുള്ളൂ, പലപ്പോഴും തന്നെ ചെയ്യുള്ളൂ. ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ അടുത്ത് പോവാ, എന്തിനാണ് കത്തുന്നത് നോക്കുക. ആ കത്തുന്ന സാധനം അടിസ്ഥാനമാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കിടത്താൻ പറ്റുന്ന വെള്ളം ഒഴിച്ച് കിടത്താം, ഇന്ധനത്തെ ഒഴിച്ച് പൈപ്പ് ലൈനാണ്, ഗ്യാസിന്റെ പൈപ്പ് ലൈനെ കത്താൻ ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഗ്യാസ് പിന്നെ വരിക, തണുക്കാൻ സംഭവമായിട്ട് തണുക്കുക. അപ്പൊ നമുക്ക് ഒരു ഷീറ്റ് നന്നായി കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ വെള്ളം ഒഴിക്കാൻ പറ്റുമോ? വെള്ളം ഒഴിച്ചാൽ പൊട്ടിപ്പോവും. അപ്പോൾ ഏതൊരു തീപിടുത്തത്തിനെയും വെള്ളം ഒഴിച്ച് കിടത്താൻ പറ്റില്ല. ഏതിനാണ് കത്തുന്നത് അതിനെ അടിസ്ഥാനമായിട്ട് നമുക്ക് തീ അണയ്ക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഒരു എസ്റ്റിമേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ചിലപ്പോൾ ABC എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ കാണിച്ചാൽ A എന്ന് പറയുമ്പോൾ ജലത്തിലാണ് തീപിടുത്തം അണയ്ക്കാൻ പറ്റും, B എന്ന് പറയുമ്പോൾ ദ്രാവകത്തിലാണ് തീപിടുത്തം അണയ്ക്കാൻ പറ്റും, C എന്ന് പറയുമ്പോൾ വാതകത്തിലാണ് തീപിടുത്തം അണയ്ക്കാൻ പറ്റും. തീപിടുത്തം തുടക്കത്തിൽ മാത്രം അണയ്ക്കാൻ പറ്റും. ഇതാണ് ഫയറിന്റെ കാര്യങ്ങൾ. പിന്നെ അടുത്തത് ഇലക്ട്രിക് ഫയറാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ ഇലക്ട്രിക് ഫയറിന്റെ കാര്യം പറയുന്നത് നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മതി നമ്മുടെ വീട് കത്തിക്കുന്നത്. കാരണം ഒരു ഉദാഹരണം പറയേണ്ടത്, അപ്പൊ അത് ഒരു മതവിഭാഗത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. ഈ വടക്കഞ്ചേരി ഭാഗത്ത് ഒരു വീട്ടുകാർ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോകും. അമ്പലത്തിൽ തൊഴാൻ പോകുന്നത് നമ്മുടെ മനസ്സിലെ സങ്കടങ്ങൾ പാടിയിട്ട് നമുക്ക് വല്ല ഗുണം കിട്ടാൻ പറ്റുന്ന പോകുന്നത്. വീടൊക്കെ പൂട്ടിപ്പോയി 2 മണിക്കൂർ ശേഷം വീട് കത്തി. ആ വീട് കത്തിപ്പോയി. അവര് അമ്പലത്തിൽ എത്തിയില്ലെന്ന് അറിയില്ല, വീട് കത്തി. നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. തിരിച്ചു വരുമ്പോഴേക്കും വീടിന്റെ പകുതി കത്തിപ്പോയി. അന്ന് ഞാൻ വടക്കഞ്ചേരി വർക്കില്ല. അപ്പൊ ഞങ്ങൾ പോയപ്പോ അവരുടെ സ്വീകരണ റൂമില് മൊബൈൽ കുത്തി വെച്ച ചാർജർ കത്തിയിട്ടാണ് ഫയർ ഉണ്ടായത്. മൊബൈൽ കുത്തി വെച്ചു, അവര് തൊഴാൻ പോയി. കുത്തി വെച്ചിരിക്കുന്ന സാധനം സോഫ സെറ്റിന്റെ മുകളിലാണ്. ആ വീട്ടിൽ അംഗനവാടി അല്ലെങ്കിൽ ചെറിയൊരു കുട്ടിയുണ്ട്, അംഗനവാടി കൂടെ കുട്ടികൾ LKG പഠിക്കുന്ന കുട്ടിയുണ്ട്. കുട്ടികളുണ്ടെങ്കിൽ സോഫ സെറ്റിന്റെ അവസ്ഥ എന്താ ഉണ്ടാവുക? ഒരു മാന്തി പൊടിക്കും ഇല്ലേ, കളിക്കില്ലേ? എന്റെ കുട്ടി പൊടിച്ചില്ല, അവിടെ പറഞ്ഞു കുട്ടികളൊക്കെ വികൃതികളായിട്ട് മാന്തി പൊടിച്ചിട്ടുണ്ടാവും. അപ്പൊ സ്പോഞ്ചൊക്കെ പുറത്ത് കാണാം. ഈ സാധനം കുത്തി വെച്ചതിന്റെ പിന്നെ ഈ സ്പോഞ്ചിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. അവർ സ്വിച്ച് ഓഫ് ആക്കാൻ മറന്നുപോയി. അവരുടെ കഷ്ടകാലത്തിന് ആ പിന്നിന്റെ സൈഡ് പൊട്ടിയിട്ടുണ്ടാവും. ചെറിയ സ്പാർക്ക് നമുക്കറിയില്ല. മൊബൈലിൽ കുറച്ച് സൗണ്ട് ചില കേൾക്കാം, ചില വീട്ടിൽ കേൾക്കാം. ഈ നമ്മുടെ വീട്ടിൽ നിന്ന് സ്വിച്ച് ഇടുമ്പോൾ ചിലപ്പോ ആ പ്ലഗിൽ സൗണ്ട് ചിലപ്പോൾ കേൾക്കാറുണ്ട്. അപ്പൊ ചെറിയ സ്പാർക്ക് നമുക്ക് കണ്ണോണ്ട് കാണാൻ പറ്റില്ല. ഈ സാധനം സോഫറിലൂടെ കടന്നിട്ട് 1-2 മണിക്കൂർ ശേഷം സ്പോഞ്ചാണ്, സ്പാർക്കാണ്, തന്നെ കത്തി. ആ സോഫ സെറ്റ് കത്തിപ്പോ തൊട്ടടുത്തുള്ള TV സെറ്റിന്റെ ബോക്സ് കത്തി, അലമാര കത്തി, ആ 2-3 റൂം ഫുള്ളായിട്ട് കത്തി. ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് 25-30 മിനിറ്റായി. കാരണം ഓടിയെത്തണം, മെഡിക്കൽ പോയിന്റ് അപ്പുറത്തേക്ക് ഓടിയെത്തണം. വെള്ളമടിച്ച് തീ കത്തി വാതിൽ ചവിട്ടിപ്പോൾ അകത്ത് കയറിയപ്പോ പരിപൂർണമായി പോയി. ഒരു 10-15 പവന്റെ ഗോൾഡ് കരിഞ്ഞു പോയി. അത് ഉപയോഗിക്കാം, പക്ഷെ ഫുൾ കറുത്ത കളറായി പോയി. അത് ഓരോരുത്തരും ഹാൻഡ് ഓവർ ചെയ്തു. അപ്പൊ നമ്മുടെ ചെറിയ അശ്രദ്ധ, ആ സ്വിച്ച് ഓഫാക്കി പോയാൽ മതി, പക്ഷെ നമ്മൾ അത് കാര്യമാക്കില്ല. ഇന്നത്തെ അവസ്ഥ. പിന്നീട് നമ്മൾ ചില വീട്ടിൽ കാണാം സ്റ്റെബിലൈസറുള്ള ഫ്രിഡ്ജിന്റെ മുകളിൽ നമ്മുടെ വിക്സ് അമൃതാഞ്ജനം കയറ്റി വെക്കും. വേറെ എവിടെയും കിട്ടിയിട്ടില്ല. ടിവിയുടെ മുകളിൽ ഇപ്പൊ TV അല്ല, ഇപ്പൊ എല്ലായിടത്തും LED TV ആണ്. പണ്ട് കാലത്ത് ടിവിയുടെ മുകളിലൊക്കെ ആവും ഈ അമൃതാഞ്ജനം ബോട്ടിലൊക്കെ വെക്കും. TV കുറേ ചൂടാവും. ഈ ചൂടടിച്ചിട്ട് ഈ സാധനം ലീക്കായിട്ട് അതിൽ വെള്ളം നേരെ തിരിച്ചു വരാമെങ്കിൽ ആ വസ്തുവിൽ നിന്നിട്ട് അവിടെ ഷോർട്ടാവും. അപ്പൊ ഷോർട്ട് സർക്യൂട്ട്. പിന്നീട് 1-2 പ്ലഗ് ഉണ്ടാവും. ആ പ്ലഗിന്റെ മുകളിലേക്ക് ഒരു വീട്ടിലെ 4 മൊബൈലും കോമൺ പ്ലഗ് പോയിന്റ് കുത്തി വെച്ച് പോകുന്ന പരിപാടി ഉണ്ടാവും. അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. ഈ ഷോർട്ട് സർക്യൂട്ട് നമ്മുടെ വീടുകളുടെ കാര്യമാണ്, അംഗനവാടിയുടെ കാര്യമല്ല. ജസ്റ്റ് നമ്മുടെ റൂട്ട് മാറിപ്പോയി തിരിച്ചു വരാം. നമ്മുടെ അംഗനവാടികളുടെ നമ്മൾ പഴയ വയറിങ്ങുകളാണെങ്കിൽ സൂക്ഷിക്കണം. കുട്ടികളാണ്, അവരെന്താ ചെയ്യാന്ന് അറിയില്ല. കാരണം 4 കണ്ണോട്ട് നോക്കിയാലും കുട്ടികളെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ കുട്ടികളെ നമ്മൾ പരമാവധി ചീത്ത പറയാൻ പാടില്ല. ചീത്ത പറഞ്ഞ ബാലാവകാശ കമ്മീഷന് കേസ് കൊടുക്കും, നമ്മൾ കോടതി കയറി വരും ഇല്ലേ? അത്യാവശ്യം ചെറിയ ചുരുക്കമ്മോട് ഇപ്പൊ തല്ലി വളർത്തിയാലാണ് കുട്ടികൾ നന്നാവുള്ളൂ.
ഉദാഹരണം പറഞ്ഞുതരാം. അതും വടക്കാഞ്ചേരി ഭാഗത്താണ്. എരുമപ്പെട്ടി 28 മുടി വെട്ടാൻ എച്ച് പറഞ്ഞാണ്. അവൻ HMന്റെ പേരിൽ എത്രയും നാട് വിട്ടു. ഞാൻ മരിക്കും പറഞ്ഞിട്ടാൻ പോയി. ആ ഭാഗത്തുള്ള കുളങ്ങളും കിണറുകളും ഞാൻ തപ്പിയിട്ട് 2 ദിവസം നടന്നു. എന്നിട്ട് അവസാനം വെല്ലുമാന്റെ വീട്ടിൽ നിന്ന് കിട്ടി ചാവക്കാട്. അപ്പൊ ഈ കുട്ടികളെ വഴക്ക് പറയാൻ പാടില്ല. ചെവി കാരണം വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ 7 വഴിക്ക് കേസ് വരാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പരമാവധി സ്നേഹിച്ച് നോക്കുക. സ്നേഹിക്കുന്ന വേണം. പരമാവധി അവരെ നോക്കുക. വികൃതി കുട്ടികളാണ്. അവരെന്തോ കാണിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ വർക്കറെ അവിടേക്ക് മാറിക്കാൻ കിടക്കുന്ന വേളയിലായിരിക്കും അവർ നേരെ പോയിട്ട് സിലിണ്ടറിനെ വിളിച്ചു മാറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ് പൊള്ളൽ. അല്ലെ? പൊള്ളിക്കൈ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ ഇതിൽ പൊള്ളി എന്താ ചെയ്യുക? ഞാൻ ഇങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ട് നോക്കിയിട്ട് പൊള്ളി വരാം. പൊള്ളി എന്താ ചെയ്യുക? പൊള്ളി കഴിഞ്ഞാൽ തണുത്ത വെള്ളം കൊണ്ട് കഴുകാം. അല്ലെ? 10-15 മിനിറ്റ് തണുത്ത വെള്ളം കൊണ്ട് കഴുകുക. പൊള്ളലേറ്റ ഭാഗം കഴുകാൻ പറ്റുന്ന ഭാഗം കയ്യോ കാലോ ആണെങ്കിൽ നമുക്ക് 10-15 മിനിറ്റ് പുറത്തേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. തലയാണ് കഴുകാൻ പറ്റില്ലോ. നമ്മൾ നനഞ്ഞ വൃത്തിയുള്ള തുണി ഇട്ടിട്ട് നനച്ചു കൊടുക്കുക. രണ്ടാമത് നമ്മുടെ കുട്ടിക്കാലത്ത് പഠിച്ച പോലെ വീട്ടിലെ പ്രായം ചെയ്യുന്ന ആൾക്കാർ പറയും പേസ്റ്റ് തേക്കാം, എണ്ണ തേക്കാം, ഉപ്പ് തേക്കാം, നെയ്യ് തേക്കാം എന്നൊക്കെ പറയും. ചെയ്യാറുണ്ടോ? ചെയ്തു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് സമരം കിട്ടും എന്നല്ലാതെ പൊള്ളലിന് ഗുണമല്ല. താൽക്കാലികമായിട്ട് നമുക്കൊരു വേദന കുറയും. പക്ഷേ ഭാവിയിൽ ഇൻഫെക്ഷന് കാരണമായേക്കാം. കാരണം ഈ പേസ്റ്റ് തേക്കുമ്പോൾ പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന പല കെമിക്കലുകളും ആദ്യം നമ്മളെ തണുപ്പിക്കുമെങ്കിലും ഭാവിയിൽ ഇൻഫെക്ഷന് കാരണമായേക്കാം. പിന്നെ നെയ്യ്, വെണ്ണ, തേന് ഇതൊക്കെ തേക്കുമ്പോഴും നെയ്യും തേനൊക്കെ തേച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പ്രാണി വന്നിരിക്കും. നോയമ്പ് മണിനീച്ച എന്നൊക്കെ പറഞ്ഞ സംഭവം അങ്ങനെയൊക്കെ പറയാം. നമ്മുടെ പഴം വെച്ച് കഴിഞ്ഞാൽ പഴത്തിൽ നമ്മൾ ചെറിയ ചോദിക്കില്ലേ? ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ മുറിയിൽ വന്നിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇൻഫെക്ഷൻ കാരണമായിരിക്കാം. ശുദ്ധമായ തേനാണെങ്കിൽ കുഴപ്പമില്ല, അത്ര റിസ്ക് ഇല്ല. പക്ഷെ തേൻ ശുദ്ധമാണോ അല്ലേ നമുക്ക് അറിയില്ല. 1 കിലോ ശർക്കരയും കുറച്ച് പശ ഉണ്ടെങ്കിൽ നമുക്ക് തേൻ ഉണ്ടാക്കാൻ പറ്റും. കെമിക്കൽ ചേർത്ത് തേനാവും. ആ തേന തേക്കുന്ന ഒരു പക്ഷേ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. അപ്പൊ പരമാവധി ഈ പൊള്ളലേറ്റ ഭാഗം തണുത്ത വെള്ളം കൊണ്ട് കഴുകുക. എത്രയും പെട്ടെന്ന് വസ്തുക്കൾ വെച്ചിരിക്കുക. പൊള്ളിക്കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കുറയ്ക്കാനോ കഴിക്കാൻ നിൽക്കുന്ന ഷർട്ട് മുടി വെച്ചാൽ വസ്ത്രം ഇറുക്കി കിടക്കുന്ന വസ്ത്രമാണെങ്കിൽ അത് വെച്ച് കുറച്ച് കളയേണ്ട. മുടി കിടക്കുകയായിരിക്കും ആ സ്കിന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. 10% പൊള്ളലും മരണത്തിന് വഴിവെച്ച മരണത്തിന് കാരണമായേക്കാം. അപ്പൊ നമ്മൾ പത്രം വായിക്കുകയാണ് 80% പൊള്ളി. ആളെ നോക്കുക വേണ്ട, മരിച്ചു ഉറപ്പാണ്. എത്ര കടന്നൊരാൾ മരണം സംഭവിച്ചു. 10% പൊള്ളി. 10% പൊള്ളിയാലും പൊള്ളിയ ഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരുപക്ഷെ മരണം സംഭവിക്കും. ആർക്കും അപ്പോൾ സംഭവിക്കാതിരിക്കും. അങ്ങനെ പൊള്ളിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മേത്ത് തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഓടും ഇല്ലേ? 6 മേത്തായാലും തീ പിടിച്ചു കഴിഞ്ഞാൽ കപ്പടത്തിൽ ഓടും. ഓടിക്കഴിഞ്ഞാൽ തീ ഓടുമ്പോ കാറ്റ് നല്ല സ്പീഡിൽ കിട്ടും. തീ ആളി പടരും. നമ്മൾ നിലവിളിക്കും, വായ തുറക്കും. തീ വായനൂടെ കയറും, തൊണ്ട പൊള്ളും, അന്നനാളം പൊള്ളും, ശ്വാസകോശം പൊള്ളും. മരുന്നുള്ളിൽ തേക്കാൻ പറ്റുമോ? തൊണ്ടനുള്ളിലൊക്കെ പൊടി കഴിഞ്ഞാൽ പുറത്താക്കി നമുക്ക് ലേബൻസ് കൊടുക്കാം. കണ്ണുള്ളിൽ പൊള്ളി അത്രയും ഗുരുതരമായ ഒരു സംഭവമായിരിക്കും ഉള്ളിലൊക്കെ പൊള്ളിക്കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ മേത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മേത്ത് തീ പിടിച്ച് കഴിഞ്ഞുവെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് തള്ളി താഴെ ഉരുട്ടുക. ഇല്ലെങ്കിൽ നമ്മുടെ മേത്തെ തീ പിടിച്ച് വലിക്കുക. സ്റ്റോപ്പ്, ഡ്രോപ്പ്, ഇല്ലെങ്കിൽ ഡൗണ്, റോഡ്, നിൽക്കുക, താഴെ വീഴുക, ഉരുട്ടുക. അത്യാവശ്യം ചെറുതായിട്ട് കൊള്ളുന്നെങ്കിലും മരണം സംഭവിക്കില്ല. അപ്പൊ വേറെ വ്യക്തി മേത്ത് പെട്ടെന്ന് ഇത് ഇൻകേസ് മരിക്കാൻ വേണ്ടിയിട്ട് മേത്ത് എണ്ണ വെച്ച് കത്തിച്ചാലും അയാളെ നമ്മൾ വലിയ പുറപ്പെടുത്താതെ മൂടി പിന്നെ പറ്റി നീക്ക് താഴെ തണ്ടിട്ട് ഉരുട്ടിയാലും മതി. ആ പൊള്ളലിന്റെ ആഘാതം ഉണ്ടെങ്കിലും മരണം സംഭവിക്കില്ല. ഇപ്പൊ 4 കൊല്ലം മുമ്പ് ദേശമംഗ പച്ചമ്പൂത്തിൽ കാലത്ത് ഫയർ ഉണ്ടായിട്ട് 3 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ മരിച്ചത്. 4ാമത്തോളം രക്ഷപ്പെട്ടു. അയാൾ ചോദിച്ചാൽ ചപ്പല വെട്ടിയിട്ടിട്ട് പച്ചയില വെട്ടി നിലത്ത് കടന്നു. രക്ഷപ്പെടാൻ യാതൊരു മാർഗമില്ല. പച്ചല വെട്ടി നിലത്ത് കടന്നിട്ട് അയാൾ മുന്നൂറ്റി കൂടെ പച്ചലിട്ടു. അയാളുടെ മുകളിലൂടെ തീ പോയി. ചന്തി പുറമെ കൊള്ളി പോയി. പക്ഷെ ആളെ മരിച്ചില്ല. പക്ഷെ ബാക്കി 3 പേർക്ക് അപകടം സംഭവിച്ചു. അവർക്ക് ഓടാൻ യാതൊരു മാർഗം കിട്ടിയില്ല. അവരെ നിൽക്കുകയുണ്ടായത് പാന്റിന്റെ ഈ ബെൽറ്റ് ഈ സാധനം കണ്ടിട്ടാണ് ആൾ തിരിച്ചത്. ഇത് മാത്രം വീഴില്ല, ബാക്കിയൊക്കെ വിളിച്ചിട്ടു. അപ്പൊ അങ്ങനത്തെ പറഞ്ഞു. അപ്പൊ മയത്ത് തീ പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കുക, താഴെ വീഴുക, ഉരുളുക. നമ്മളാണെങ്കിൽ വേറെ വ്യക്തിയാണെങ്കിൽ അയാളെ തള്ളി താഴെ ഉരുട്ടുക. അത്യാവശ്യം നമ്മുടെ കൈ പൊള്ളിക്കഴിഞ്ഞാലും ഒരു പക്ഷെ വിലപ്പെട്ട അയാളെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും. നമുക്ക് അത്ര വലിയ പൊള്ളലിലേക്ക് നന്നായി ഉരുട്ടുക, അല്ലെങ്കിൽ ഒരു കമ്പെടുത്തിട്ട് തോണ്ടി കഴിഞ്ഞാലും തട്ടി തിക്കി കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ രക്ഷിക്കാൻ പറ്റും. ഇതിനടുത്ത് ഇലക്ട്രിക് ഷോക്കാണ്. ഒരാൾ ഷോക്കേറ്റ് കടക്കുകയാണെങ്കിൽ ഒരിക്കലും കൊണ്ട് നേരത്തെ പിടിക്കരുത്. ഉണങ്ങിയ വടി കൊണ്ട് അയാളെ വൈദ്യുതി ബന്ധം വൈദ്യുതിയായിട്ട് ഭാഗം തട്ടി മാറ്റുക. സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റുമെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി മാറ്റുക. KCBക്കാരെ വിളിക്കുക. അതിനുശേഷം CPR കൊടുക്കാന്നുള്ളത് പിന്നെ പറഞ്ഞുതരാം. എങ്ങനെ പ്രഥമ ശുശ്രൂഷ കൊടുക്കാന്ന് പറഞ്ഞുതരാം. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
വിഷയിക്കാം. ഈ രണ്ടാമത്തെ കേസ്, ചില ഉള്ളേരിയയിലെ അംഗനവാടികൾക്ക് കുട്ടികൾ കളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിന്റെ കൃത്യമായിട്ട് LPG സിലിണ്ടർ കൈകാര്യം ചെയ്യാതെ പിന്നെ നമുക്ക് അപകടം സംഭവിക്കും. ചിലപ്പോ ചില ടീച്ചർമാരൊക്കെ LPG സിലിണ്ടറിന് പഴയ കാലിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നീക്കി വെക്കാറുണ്ട് ഇല്ലേ? നമ്മുടെ ഇങ്ങനെ തന്നെ കൊണ്ട് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിൽ ആരുണ്ടായിക്കൊള്ളുന്ന ഒറ്റയ്ക്ക് നമ്മൾ ആരുണ്ടാവില്ല. നമ്മൾ രണ്ട് കങ്ങനെ പിടിച്ച് നീക്കുമ്പോൾ ഈ ഗ്യാപ്പിൽ ഒരു സാധനം പിടിച്ചിട്ടുണ്ടാവും, പാമ്പ്. ഗ്യാസിന്റെ അടിയിലെ സ്പേസിൽ പാമ്പ് കയറിയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നല്ല തണുപ്പുള്ള ഭാഗമാണെങ്കിൽ ചെറിയ വെള്ളിക്കട്ടന്റെ കുട്ടിയോ പണിയുടെ കുട്ടി കയറിയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മുടെ അംഗനവാടിയുടെ സ്ഥലം ഇരിക്കുന്ന സ്ഥലം കൊണ്ട് സേഫ് അല്ലെങ്കിൽ പാമ്പ് കയറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒരു പക്ഷേ പാമ്പ് കടി ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണം, നമ്മുടെ കുട്ടികളുടെ സേഫ്റ്റി നോക്കണം. ഒരിക്കലും നിങ്ങളെ രക്ഷിക്കാൻ നാട്ടുകാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഫസ്റ്റ് നമ്മളിനെ നോക്കിയാലേ നമ്മുടെ കാര്യം സേഫ് ആവുള്ളൂ. പിന്നെയാണ് പലപ്പോഴും മറ്റുള്ളവർക്ക് വരുള്ളൂ. അതിനു മുമ്പ് എങ്ങനെ ഇവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റും, സ്വയം രക്ഷിക്കാൻ പറ്റും എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ അംഗനവാടിയിൽ 2-3 റൂമുണ്ട്. പെട്ടെന്ന് റൂമിൽ പുക നിറയുകയാണ്. പുക നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? പെട്ടെന്ന് ചെല്ലുമ്പോൾ പുറത്തേക്ക് ഓടാം. ഒരിക്കലും ഉയർന്നു നിൽക്കരുത്. പുകയുള്ള സ്ഥലത്ത് പെട്ടില്ലെങ്കിൽ കുനിഞ്ഞിരുന്ന് പോകണമെന്ന് പറയാം. നിലത്തിലൂടെ ഇഴഞ്ഞ് തിരിഞ്ഞിട്ട് മാത്രമേ കാര്യം പോകാൻ പറ്റൂ. കാരണം പുക മുകളിലേക്കേ പോകുള്ളൂ. നമ്മൾ ശുദ്ധമായി ശ്രദ്ധിക്കാൻ പറ്റുന്ന വായു ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടായിരിക്കാം. അത് ശ്വസിച്ചിട്ട് പുറത്തേക്ക് നീക്കാം. ഇനി ഫയറിന്റെ വല്ല ഡൗട്ട് ഉണ്ടോ? ഫയറിന്റെ ഡൗട്ട് വല്ല ഉണ്ടോ? ഇതിനെ കുറിച്ചിട്ട് LPG കുറിച്ച് വല്ല നോക്കിയാണ്ടോ? ചോദിച്ചോളൂ. ഒരു വർഷത്തിന് നമുക്ക് 12 മാസം അല്ലെ? ആ 12 മാസത്തെ 4 ക്വാർട്ടറായി ഘടിപ്പിച്ചു. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ആ മാർച്ചിന് ഏത് ഡിനോട്ട് ചെയ്യാം? ഏപ്രിൽ, മെയ്, ജൂൺ. അതിന് ബി എന്ന് ഡിനോട്ട് ചെയ്യാം. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ അതിന് സി. ഒക്ടോബർ, നവംബർ, ഡിസംബർ അതിന് ഡി. നമ്മുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ A27 ആണ് അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ 2027 ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസത്തിന്റെ ഉള്ളിൽ ആ സിലിണ്ടർ പ്രഷർ ടെസ്റ്റ് നടത്തി അനുയോജ്യമെങ്കിൽ പിന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഈ ടെസ്റ്റ് നടത്തുമ്പോൾ ചിലപ്പോൾ സിലിണ്ടർ പൊട്ടിത്തെറിക്കും. കുഴപ്പമില്ല, കഞ്ചിക്കോടും എറണാകുളത്ത് ടെസ്റ്റ് നടത്തുക. അതിൽ തള്ളിക്കോളും. അത് ബി ആണെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസത്തിനുള്ളിൽ. ഈ ഡി ആണെങ്കിൽ ഡിസംബർ മാസത്തിനുള്ളിൽ ആ ടെസ്റ്റ് നടത്തി ഉപയോഗിക്കാം. എന്റെ വീട്ടിലിപ്പോൾ ഞാൻ നിങ്ങൾ നോക്കിയപ്പോ പഴയ സിലിണ്ടറായിരിക്കുന്നത് വേറെ പ്രശ്നമായിട്ടില്ല. അത് നോക്കാൻ മറന്നുപോയി. അപ്പൊ നമ്മുടെ വീട്ടിൽ സിലിണ്ടർ വരുമ്പോ എനിക്ക് നമ്മുടെ അംഗനവാടി സിലിണ്ടർ വരുമ്പോ തന്നെ അതിന്റെ വെയിറ്റ് നോക്കണം. വെയിറ്റ് പറ്റിക്കാം. 14 കിലോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 12 കിലോ വരാം. അപ്പൊ ഗ്യാസ് പെട്ടെന്ന് തീർന്നു എന്നൊക്കെ പറയാം. അതിന് കാരണം ഗ്യാസ് ഊറ്റി മാറ്റാം. ഗ്യാസ് ഊറ്റി നിറക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ചില പറ്റിക്കൽ ഏജൻസിയൊക്കെയാണ് ചിലപ്പോൾ അത് സംഭവിച്ചുകൂടുന്നില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ അംഗനവാടിക്ക് വരെ സിലിണ്ടർ കൃത്യമായിട്ട് 32 കിലോ ഉണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. അത് 28-29 കിലോ ഉണ്ടെങ്കിൽ ഒരിക്കലും വാങ്ങണ്ട. സിലിണ്ടർ മാറ്റി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറ്റി തന്നേ പറ്റും. ഇനി ഗ്യാസിലേക്ക് ഇനി നമുക്കൊരു സംശയം, ഈ ഗ്യാസിന്റെ ലീക്ക് ഉണ്ടോ? അപ്പൊ നമ്മുടെ സിലിണ്ടറിന്റെ ഈ വെളുത്ത അടപ്പ് തുറന്നിട്ട് ആ ഓട്ടയിലേക്ക് ഹോളില്ലേ കുറച്ച് വെള്ളം അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കുമിള വരുന്നുണ്ടെങ്കിൽ ഗ്യാസ് ലീക്കാണ്. കുമിള വരുന്നില്ലെങ്കിൽ ലീക്കല്ല. പിന്നെ സാധാരണ കഴിഞ്ഞ പുതിയ ഗ്യാസ് സിലിണ്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണം വരും അല്ലെ? സിലിണ്ടർ തുടക്കത്തിലും അവസാനത്തിനൊരു മണം വരും. തീരാറാകുമ്പോൾ ഫ്ലൈമിന്റെ നിറം നീല മാറി റെഡായി മാറും. അത് മാറി കുഴപ്പമൊന്നുമില്ല. പക്ഷെ ലീക്കുമല്ല, ആ മണം വരും. മണം കഴിഞ്ഞിട്ട് രാസവസ്തു കത്തി തീരണ സ്മെല്ലാണ്. ആ മീഡിയം കട്ടാത്ത കത്തി തീരണ സ്മെല്ലായിരിക്കും അത് കാണാം. നമ്മൾ അറിയാം, നമ്മളറിയാം. ഫസ്റ്റ് വരെ നീല ഫ്ലെയിം ആയിരുന്നു, തീരാൻ നേരത്ത് റെഡ് ഫ്ലെയിം ആയി. ഇതൊക്കെ ഗ്യാസ് കെമിക്കല് ചേർത്ത് കൊണ്ട് കാര്യമില്ല. അത് നല്ല ഗ്യാസ് തന്നെയാണ്. അത് തീരാൻ നേരത്ത് ചിലപ്പോൾ ഇതിന്റെ അടിയിൽ പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ത്യയിൽ പൊടിപടലങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിന്റെ ഫലമായിട്ടായിരിക്കും ഇത് മാറും. പിന്നെ കാലാകാലങ്ങളായി നമ്മൾ ബർണർ ക്ലിയർ ആക്കണം. ചിലപ്പോൾ നമ്മൾ ബർണർ ക്ലിയർ ആക്കാറില്ല. ഈ ഓരോ 3-4 മാസം കൊണ്ടും ബർണർ ക്ലിയർ ആക്കും. ബർണർ അഴിച്ച് ബ്രഷ് ചെയ്യാമെന്നാ പറയുക. ചെറുനാരങ്ങ നീരും ജിമ്മാക്കെ ഇട്ട് ജസ്റ്റ് കഴിച്ചിട്ട് നല്ല ക്ലിയറായി മാറും. അത് ക്ലിയറാക്കി കഴിഞ്ഞാൽ ഗ്യാസിന്റെ അളവ് വെറുതെ അളവ് കിട്ടും. നമ്മൾ പറയും ഗ്യാസ് വരുന്നുണ്ട്, ഫ്ലെയിം ഇല്ല എന്ന് പറയും. ഗ്യാസിന്റെ കുറ്റല്ല, നമ്മുടെ ബർണറിന്റെ കുറ്റാണ്. ഈ രണ്ടാമത് ഈ ട്യൂബ്
ചില ഇതിൽ ഇതുണ്ടാവും, ഇതിൽ പൊടി കൊണ്ടിട്ട് ഇതിൽ വെളുത്ത പൊടി ഉണ്ടാവുക. ഇത് തീർന്നാണ് അത് ഫയറിലേക്ക് വീണ് കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയിൽ വരിക. അത് ട്യൂബിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഈ ട്യൂബ് ചിലപ്പോൾ പൊട്ടി പൊടി കിടക്കും. ചുരുങ്ങിയത് 2 അല്ലെങ്കിൽ ചില ഓരോ ട്യൂബിനും കാലാവധി ഉണ്ട്. 5 കൊല്ലം വരെ ഉപയോഗിച്ചതിന് ശേഷം ട്യൂബ് മാറ്റണം. ട്യൂബ് മാറ്റിയില്ലെങ്കിൽ വെച്ചാൽ ഇതിന്റെ മുകളിൽ വളവും ചെടിവൊക്കെ ഉണ്ടാവും, ചടവൊക്കെ ഉണ്ടാവും. അതിന്റെ ഉള്ളിലൂടെ ഗ്യാസ് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. പണ്ടത്തെ കാലത്ത് ട്യൂബ് എലി കടിച്ചെന്ന് പറയും, ഗ്യാസ് ട്യൂബ് എലി കടിച്ച് ലീക്കാൻ പറയും. ഇന്നത്തെ ട്യൂബിന് എലി കടിച്ചു കഴിഞ്ഞാൽ എലിന്റെ പല്ല് പൊട്ടി കിട്ടും. കാരണം സ്റ്റീലിന്റെ ഒരു കവറിങ് ഉണ്ട്. പണ്ട് കാലം നമുക്ക് കത്തി കൊണ്ട് കുറിക്കാണ് ആ ട്യൂബ്. ഇപ്പൊ കത്തി കൊണ്ട് കുറിക്കാൻ പറ്റില്ല. അത്രയും സ്ട്രോങ് ആയ ഒരു അലുമിനിയത്തിന്റെ സ്റ്റീലിന്റെ ഒരു ആവരണം വന്നിട്ട് അതിന്റെ കൂടെ കവർ ചെയ്താൽ വരാം. ഇപ്പോഴത്തെ ട്യൂബ് വളരെ സേഫ് ആണ്. കാലാവധി 5 അല്ലെങ്കിൽ 4 കൊല്ലത്തിന് ഉപയോഗിക്കണം. അല്ലാണ്ട് ഉപയോഗിക്കട്ടെ കാലം പോലെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ അപകടം സംഭവിക്കാം. ഇതാണ് LPG യെ കുറിച്ച്. ഇനി വേറെ വല്ലതുണ്ടോ? അല്ലെങ്കിൽ വേറെ ഫസ്റ്റ് ഇയറിലേക്ക് പോവാം.